ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ബീഡ് വർക്കാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത് അല്ലേ. അപ്പോൾ ബീഡ് വർക്കിന് 2-3 ക്ലാസ് നമ്മൾ പഠിച്ചു. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് സിൽക്ക് ത്രെഡ്. ഇതാണ് സിൽക്ക് ത്രെഡ് കേട്ടോ. ഈ സിൽക്ക് ത്രെഡ് കൊണ്ട് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുക എന്നുള്ളതാണ് കാണിക്കുന്നത്. അതുകൊണ്ട് ഏത് സ്റ്റിച്ചും നമുക്ക് കൊടുക്കാം, ഇന്ന് സ്റ്റിച്ച് ചെയ്യുന്നൊന്നുമില്ല. ജസ്റ്റ് സിൽക്ക് ത്രെഡ് കൊണ്ട് എങ്ങനെ ചെയ്യാം എന്നുള്ളത് കാണിക്കുന്നതെന്നുള്ളൂ. അപ്പോൾ ഇത് 2 സ്ട്രാൻഡ്സിലാണ് ഞാൻ കോർക്കുന്നത്. അപ്പോൾ 2 സ്ട്രാൻഡ്സിൽ കോർക്കുമ്പോൾ 2 അറ്റം കൂടെ കൂട്ടി കെട്ടുമ്പോൾ നമുക്ക് 4 സ്ട്രാൻഡ്സ് കിട്ടും. അപ്പോൾ ഇതിപ്പോൾ സിമ്പിളാണ് നമുക്ക് നീഡിൽ കോർക്കാനായിട്ട്. ഇനിയിപ്പോൾ നമ്മൾ കൂടുതൽ സ്ട്രാൻഡ്സ് ഇട്ടിട്ട് നമുക്ക് കുറച്ച് തിക്ക് വർക്കൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ സ്ട്രാൻഡ്സ് ഇടേണ്ടി വരും. അപ്പോൾ എന്ത് ചെയ്യാം, ഇത് നീഡിൽ കോർക്കാനായിട്ട് നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇതുപോലെ ഫാബ്രിക് ഗ്ലൂ എടുത്തിട്ട് ഈ ഒരു ത്രെഡിൻ്റെ എത്ര സ്ട്രാൻഡ്സാണോ നമ്മൾ എടുക്കുന്നത് അപ്പോൾ ആ എല്ലാ ഒരു സ്ട്രാൻഡ്സും കൂടെ ഒരുമിച്ച് ഇതുപോലെ പിടിക്കുക. പിടിച്ചതിന് ശേഷം ഇതിൻ്റെ അറ്റത്ത് ഈ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ഗ്ലൂ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഗ്ലൂവിൻ്റെ അറ്റം കട്ട പിടിച്ചിട്ടുണ്ട് വർക്ക് ചെയ്തിട്ട്. ഇതിൻ്റെ മുന്നേ വർക്ക് ചെയ്യാൻ ചേർത്തപ്പോൾ ഇതിൻ്റെ അറ്റം കട്ട പിടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഇതുപോലെ ഒന്ന് നീഡിൽ കൊണ്ടൊന്ന് കുത്തി കൊടുത്താൽ മതി. അത് കുത്തി കൊടുക്കുമ്പം അതിൻ്റെ ആ ഒരു പൊക്കോളും. ഇനി നമുക്ക് ഇതേപോലെ ഒന്ന് അപ്പോൾ ഇതേപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് എല്ലാ അറ്റവും കൂടെ മനസ്സിലായല്ലോ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത്. എല്ലാ അറ്റവും ഒരേപോലെ കുറച്ച് ലെങ്ത്തിൽ തന്നെ എന്ത് ചെയ്യുക, ഇതേപോലെ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എന്നിട്ട് നമ്മൾ നീഡിൽ കോർക്കുമ്പോൾ നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ ഈസി ആയിട്ട് നീഡിൽ കോർക്കാനായിട്ട് പറ്റും. അപ്പോൾ എല്ലാം ഒരേപോലെ ഇതുപോലെ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കണം കേട്ടോ. വളരെ സിമ്പിളായിട്ട് തന്നെ. ഇപ്പോൾ 2 സ്ട്രാൻഡ്സ് ആകുമ്പോൾ നമുക്ക് കുഴപ്പമൊന്നുമില്ല, എളുപ്പത്തിൽ കിട്ടും. ഒരു 6 സ്ട്രാൻഡ്സിൽ കൂടുതലൊക്കെ ആകുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും നീഡിൽ കോർക്കാനായിട്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യാൻ പറയുന്നത്. ഇനി ഇതുപോലെ ഈ ഒരു അറ്റം എന്ത് ചെയ്യുക, ഗ്ലൂ അപ്ലൈ ചെയ്തെടുത്തിട്ടുള്ള ആ ഒരു അറ്റം എന്ത് ചെയ്യുക, ഈ ഒരു അറ്റം നമ്മൾ കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തതിന് ശേഷം വേണം പിന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട്. ഞാനിപ്പോൾ ഇത് 2 അറ്റവും കൂടെ കൂട്ടി കെട്ടുന്നുണ്ട്. അതുപോലെ കെട്ടിട്ട് കൊടുക്കുക. ഗ്ലൂ ചെയ്ത ഭാഗം കട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ, അത് കട്ട് ചെയ്ത് കളയണേ. എന്നിട്ട് ഇതുപോലൊന്ന് ഞാൻ ചെയ്യുന്നത് പോലെ നോക്കുക, നീഡിലൊന്നിങ്ങനെ തിരിച്ച് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ആ ത്രെഡ് നന്നായിട്ടൊന്നിങ്ങനെ പിരിഞ്ഞ് കിടക്കും. കണ്ടോ, ഇതുപോലെ നന്നായിട്ടൊന്ന് തിരിക്കുക. കാരണം ഇത് എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് സിൽക്ക് ത്രെഡ് കൊണ്ട് സ്റ്റിച്ച് ചെയ്യാന്ന് പറഞ്ഞാൽ വലിയ എളുപ്പമൊന്നുമല്ല. ഞാൻ എല്ലാ സ്റ്റിച്ചും വളരെ സിമ്പിളാണ് എന്നൊക്കെ പറയുമായിരുന്നു. പക്ഷേ ഇതുകൊണ്ട് സ്റ്റിച്ച് ചെയ്യാൻ തന്നെ അത്ര എളുപ്പമല്ല. ടാങ്ക് ത്രെഡ് വെച്ച് ചെയ്യുന്നത് പോലെ വലിയ എളുപ്പമൊന്നുമല്ല. എന്നിട്ട് ഈ ഒരു ത്രെഡ് കണ്ടില്ലേ, 2 അറ്റം കൂടെ നന്നായിട്ടൊന്ന് വലിക്കുക. ഇപ്പോൾ കൈ കൊണ്ട് ജസ്റ്റ് ഒന്നിങ്ങനെ 2 ഭാഗം കൂടെ 2 കൈ കൊണ്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് വലിക്കുക. വലിച്ചാൽ നല്ല ഫിനിഷിങ്ങോട് കൂടെ നിൽക്കും കേട്ടോ. അങ്ങനെ കെട്ടിയിട്ട് വേണം നമുക്ക് എന്ത് ചെയ്യാൻ, സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. അല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് അത് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. ഇങ്ങനെ ചെയ്താൽ തന്നെ അത്ര ഫിനിഷിംഗ് ഒന്നും വരില്ല. അപ്പോൾ നന്നായിട്ടൊന്ന് ചെയ്ത് പ്രാക്ടീസ് ആവണേ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ റിംഗ് നോട്ടാണ് കാണിക്കുന്നത് കേട്ടോ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ റിംഗ് നോട്ട്, ഫ്രഞ്ച് നോട്ടൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഏത് സ്റ്റിച്ച് നമുക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ ജസ്റ്റ് റിംഗ് നോട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യുക, അതേപോലെ ഒന്ന് ചുറ്റുക. അപ്പോൾ റിംഗ് നോട്ടിൻ്റെ വിശദീകരണം ഞാൻ കാണിക്കണ്ടല്ലോ, കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ ഞാൻ തന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ കാണാത്തവർക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് പറയാം. ഇതുപോലെ തള്ളവിരലുകൊണ്ട് ഒന്ന് അമർത്തി പിടിക്കാം. ലൂസാക്കിയിട്ട് കേട്ടോ, നീഡിൽ വല്ലാതെ ടൈറ്റ് ചെയ്ത് പിടിക്കരുത്. ഒന്ന് ലൂസാക്കിയിട്ടിട്ട് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ഇതൊരു റിംഗ് പോലെ കിടക്കും. അപ്പോൾ ഇതാണ് റിംഗ് നോട്ട്. അപ്പോൾ ഈ ഒരു സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഈ സ്റ്റിച്ച് ഫ്രഞ്ച് നോട്ട്, അതായത് റിംഗ് നോട്ട്, ഫ്രഞ്ച് നോട്ട്, ബുള്ളിയൻ നോട്ട്, കാസ്റ്റർ റോസ് അങ്ങനെയുള്ള സ്റ്റിച്ചുകളൊക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അതൊക്കെ നമുക്ക് ചെയ്യാമെന്നുണ്ടെങ്കിൽ 2 കൈയും യൂസാണ്. കണ്ടില്ലേ, ഈ ഒരു 2 കൈയും യൂസാണ്. അപ്പോൾ നമുക്ക് അത്ര ഫിനിഷിങ് കിട്ടില്ല വർക്ക് ചെയ്യുമ്പോൾ. അപ്പോൾ 2 കൈ യൂസ് ആകുമ്പോൾ എന്താ, ഞാൻ കഴിഞ്ഞ ആ ഒരു ക്ലാസ്സിൽ പറഞ്ഞു തന്നിട്ടുണ്ട് ഒരു സ്റ്റാൻഡിനെ കുറിച്ചിട്ട്. ഫ്രഞ്ച് നോട്ട് ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. നമുക്ക് എംബ്രോയ്ഡറി ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ഫിക്സ് ചെയ്ത് കൊടുക്കുന്ന ഒരു സ്റ്റാൻഡ് ഉണ്ട്. ആ സ്റ്റാൻഡിലിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല വൃത്തിക്ക് കിട്ടും. മനസ്സിലായോ? അതല്ലാതെ നമുക്ക് ഈ ഒരു സ്റ്റിച്ച് ചെയ്യാന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല. ഒട്ടും ഫിനിഷിങ് കിട്ടില്ല ഈ ഒരു വർക്കുകളൊക്കെ ചെയ്യുമ്പം. 2 കൈ കൊണ്ട് കണ്ടോ, അതുപോലെ നമുക്ക് 2 കൈ വെച്ചിട്ട് ചെയ്യണം. അപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഫിനിഷിങ് കിട്ടാനായിട്ട്. അപ്പോൾ ആ ഒരു സ്റ്റാൻഡ് ഉണ്ടെങ്കിൽ കുറച്ചും കൂടി എളുപ്പമായിരിക്കും. അപ്പോൾ ഇത് ഒരു എന്താ പറയുക, ഈ ഒരു വർക്കൊക്കെ നിങ്ങൾ പ്രൊഫഷണലായിട്ടൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു സ്റ്റാൻഡ് ഉണ്ടാകുന്നത് നല്ലതാണ് കേട്ടോ. ഉണ്ടോ, അപ്പോൾ ഇതുപോലെ റിംഗ് നോട്ട് ചെയ്ത് കൊടുക്കുക. റിംഗ് നോട്ട് കൊണ്ട് ഞാൻ പറഞ്ഞു സിൽക്ക് ത്രെഡ് കൊണ്ട് ചെയ്യുന്നത് അത്ര സിമ്പിളല്ല. നന്നായി പ്രാക്ടീസ് ചെയ്തിട്ട് ചെയ്യണം കേട്ടോ. ഇത് പല കളേഴ്സിലും അവൈലബിൾ ആണ്. പല കളേഴ്സിലും മൾട്ടി കളറിലൊക്കെ ഇത് കിട്ടും. അപ്പോൾ നല്ല ഭംഗിയാണ് ഈ ഒരു ത്രെഡ് കൊണ്ട് ചെയ്യുമ്പോൾ, നല്ല ഭംഗിയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ ഹാൻഡ് എംബ്രോയ്ഡറിയുടെ ലാസ്റ്റ് ക്ലാസ് ആണ് കേട്ടോ.